പിന്നെ ആ കാട്ടുമാക്ക ഇറങ്ങി മാഷെ. ഇത്തവണ രണ്ടും കൽപ്പിച്ചാ തോന്നുന്നു. ഇതിനകത്ത് കയറി സകല ബെഞ്ചും മേശയും തല്ലിപ്പൊളിച്ചു. എന്റെ മുറി ഓഫീസും അടിച്ചു നിരത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇനി പഴയതുപോലെ ഗുരുകുല വിദ്യാഭ്യാസമാണ് നല്ലത്. ബെഞ്ചും ഡെസ്കൊന്നും വേണ്ട, മരത്തണല് മതി. ഇതവൻ നമ്മളോട് പക തീർത്താ എല്ലാവരും കൂടെ പിടിച്ചു കൊടുത്തിട്ട് പക. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതാ അറിയാണ്ട് നിക്കണേ. ഒരിക്കൽ കൂടി പിടിച്ചു കെട്ടി കൊടുക്കാന്ന് വെച്ചാ അന്നത്തെ പോലെ അവൻ എവിടെയെങ്കിലും വ്യാജചാരായം കുടിച്ച് കിടക്കേണ്ടി വരും. ഒരിക്കൽ അവനൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് നമുക്ക് പിടിച്ചിട്ടാൻ വേണ്ടി ഡെയിലി അവൻ ബോധം കെട്ട് കിടക്കുക. ഇനി അവൻ അടിച്ചു പൊളിക്കുന്നത് നമ്മൾ മാഷന്മാരുടെ വീടാവും. അവൻ നമ്മളെ എന്ത് വേണേലും ചെയ്യട്ടെ. നമ്മളെ വിശ്വസിച്ച് പഠിക്കാൻ വരുന്ന ഈ കുട്ടികൾ എന്ത് വിളിച്ചു? ഇനി ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. പഞ്ചായത്തിന്റെ സ്കൂളല്ലേ, പ്രസിഡന്റ് ലീലാവതി ടീച്ചറെ കണ്ട് കാര്യം പറയാം. എന്താ വേണ്ടതെന്ന് അവർ തീരുമാനിക്കട്ടല്ലേ? അല്ല മാഷേ, ഞങ്ങൾ എവിടെ ഇരിക്കുക? നമ്മളെ ഏതായാലും കാട്ടുമാക്ക ഇരുത്തി. ഇനി ടീച്ചർക്ക് എവിടെ പണിയിരിക്കാം. ഏതായാലും കുട്ടികളൊക്കെ പോവാം. പഞ്ചായത്ത് മുൻകൈയെടുത്ത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കാട്ടുമാക്ക എന്ന് പറഞ്ഞ ചെകുത്താൻ സ്കൂളിൽ തീ വെക്കും. ഇനി അതാണ്ടാവുക. ലീലാവതി ടീച്ചറിലെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതിനുള്ള നിവൃത്തി ടീച്ചർ തന്നെ കാണണം. ഞാൻ ഗുസ്തി പഠിച്ചിട്ടില്ല. ഞാനൊരു സ്ത്രീയാണ്. അവനെ പോലെ ഒരു തടിമാറിനോട് നേരിട്ട് എന്ന് വർത്തമാനം പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല. പ്രസിഡന്റ് നേരിട്ട് കാട്ടുമാക്കാനോട് ഗുസ്തി പിടിക്കാനല്ല ഹെഡ്മാഷ് പറഞ്ഞത്. പ്രസിഡന്റിന് ഈ പ്രശ്നത്തിൽ എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അല്ല, നിങ്ങളായിരുന്ന പോലീസിൽ വിവരം അറിയിക്കാത്തത്? ഇവിടെ എവിടെയാ പോലീസ് സ്റ്റേഷൻ ഉള്ളതങ്ങ് ചന്തമുക്കലല്ലേ. അവിടെ പോലീസ് എന്നും പറഞ്ഞ് ഒരു എസ് ഐ ഇരിക്കുന്നുണ്ട്. അതാണ് പോലീസ് എങ്കിൽ അയാളോട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, സാർ ഇവിടുത്തെ എയ്യോ അല്ലേ? സ്കൂളിൽ ഇത്രയും വലിയൊരു നഷ്ടം സംഭവിച്ച സ്ഥിതിക്ക് ഇവിടുത്തെ എംഎൽഎയോടോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആരോടെങ്കിലും സാറിന് തന്നെ നേരിട്ട് പറയാവുന്നല്ലേ ഉള്ളൂ. സ്കൂള് പഞ്ചായത്തിന്റേതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല. അത് ആരെങ്കിലും ഇടപെട്ടാലേ കാര്യങ്ങൾ നടക്കൂ. സ്കൂളിൽ ഒറ്റ ബെഞ്ചില്ല, കുട്ടികൾക്ക് പഠിക്കണ്ടേ? കുറച്ച് ദിവസം അത് പൂട്ടിയിട്ടാലും മാഷിമാർക്ക് ശമ്പളം കിട്ടില്ലേ? പിന്നെന്താ? ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ സ്കൂളിൽ പോകുന്നത്. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. നമ്മളിങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. ആ ബെഞ്ചുകളും കസേരകളും മേശയൊക്കെ നേരാക്കാൻ ഒരുപാട് പൈസ വേണ്ടി വരും. സ്കൂളിന് വല്ല ഫണ്ടും ഉണ്ടോ? സ്കൂളിന്റേതായിട്ട് പഞ്ചായത്തിന് ഫണ്ടൊന്നുമില്ല. മറ്റേതെങ്കിലും ഫണ്ടിൽ നിന്ന് എടുക്കണം. അതിന് മറ്റേതെങ്കിലും ഫണ്ടിൽ പൈസ ഉണ്ടോ? ഒരു ഫണ്ടിലും പൈസ ഇല്ല. പിന്നെ എന്തിനാ ഈ ഫണ്ട്? ഒരു ബെഞ്ച് ഞാൻ തരാം മാഷേ. പക്ഷെ അത് കാട്ടുമാക്കാൻ തല്ലി പൊട്ടിക്കില്ല എന്ന് പ്രസിഡന്റ് എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ് കൊടുക്കാം. അപ്പൊ വിഷ്ണുമാഷ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കൂടി ചെന്നിട്ട് MLA ഒന്ന് കണ്ടു നോക്കാം. ഇന്നും ഈ ആഴ്ച മുഴുവൻ എനിക്ക് ഒഴിവില്ല. എന്റെ മകള് തൃത്താലേന്ന് പ്രസവത്തിന് വരുന്നുണ്ട്. അവള് പ്രസവിക്കുന്നത് വരെ എനിക്ക് എങ്ങോട്ടും അനങ്ങാൻ വയ്യ. എന്നാ പിന്നെ എല്ലാവരും കൂടി ചെന്ന് കാട്ടുമാക്കാണ്ട് വിവരം പറയാം. ഒരു പ്രസവത്തിന്റെ കാര്യല്ലേ, അവൻ സഹകരിക്കായിരിക്കോ? അല്ലേ ശേഖരമാഷേ? പിന്നെ 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 ദൈവം തന്ന ഉമിനീര് വെറുതെ സംസാരിച്ച് പറ്റിക്കാന്നല്ലാതെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോടും എയോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്കതൊന്നും തലയിൽ കയറില്ല. എല്ലാം ഒരുമാതിരി കാട്ടുമാക്കന്മാരാണ് ഹെഡ്മാഷെ. നശിപ്പിക്കാന്നല്ലാതെ നന്നാക്കണം എന്ന് ഒരുത്തനും ചിന്തയില്ല. എന്തായാലും ശ്രമിക്കാതെ പറ്റില്ലല്ലോ. പിള്ളേർക്ക് പഠിക്കണ്ടല്ലേ. അപ്പൊ നാളെ കാണാം. പക്ഷേ ഞങ്ങൾ കൊണ്ടാക്കണോ? വേണ്ട, നല്ലതിലാവുണ്ട്. ഇരിക്കാൻ ബെഞ്ചില്ലാത്തോണ്ട് സ്കൂൾ പൂട്ടിയില്ലേ മോനെ? അത് ബെഞ്ച് വരുമ്പോ തുറക്കും. അതുവരെ ഇവിടുത്തെ ബെഞ്ചിലിരുന്ന് പഠിച്ചാൽ മതിട്ടാ. ഇവന് മാത്രം എന്താ എപ്പം ജയിലിൽ നിന്ന് ലീവ് കിട്ടണത്? മനുഷ്യന്മാരുടെ മനസമാധാനം കളയാൻ. കാലമാടന്മാര്. ഞാനാ മാഷേ. കോഴി കച്ചവടം കഴിഞ്ഞു വരുന്ന വഴിയാ 3 ബാക്കിയായി. വിൽക്കാൻ പറ്റിയില്ല. മാഷ്ക്ക് വേണ? നല്ല കോഴിയാ, ദിവസം 2 മുട്ടയിടൂ. വേണ്ട. അല്ല മാഷേ, നിങ്ങളുടെ ഭാര്യ ഒരാളെ തട്ടിച്ചയില്ലായിരുന്ന? അണ്ണൻ പറഞ്ഞേട്ടതാ. അന്നവിടെ ചോരെ കണ്ടിട്ടത്രേ. നേരാ മാഷേ? എന്താ വിഷ്ണുട്ട് ഇത്ര വൈകിയേ? പറഞ്ഞിരുന്നില്ലല്ലോ. കാത്തിരുന്ന മോള് ഉറങ്ങിപ്പോയി. ഒരു കാട്ടുമാക്കാനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? അയാൾ തിരിച്ചു വന്നു. അന്ന് പിടിച്ചു കൊടുത്തതിന് പ്രതികാരമായിട്ട് അയാൾ സ്കൂളിലെ സകല ഫർണിച്ചറും അടിച്ചൊടിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയതാ. വിഷ്ണുവേട്ടനോട് അയാൾക്ക് പകയുള്ളതല്ലേ? ഉപദ്രവിക്കാൻ വരൂ? ഏയ്, ഞാൻ ഒറ്റയ്ക്ക് ഒന്നിനും ചെന്നിട്ടില്ലല്ലോ. മാഷുമാരെല്ലാരും കൂടിയല്ലേ. എന്നാലും ഇത്തരക്കാർക്ക് ഒന്നിനും മടിയുണ്ടാവില്ല. സൂക്ഷിക്കണം വിഷ്ണുവേട്ടാ. അതല്ല, നിന്നെ ജയിലിൽ വെച്ച് അയാള് കണ്ടത്രേ. ആ ജയിലിൽ നിന്നുണ്ടായിരുന്ന അയാളും ആണുങ്ങളുടെ സെല്ല്. ഇനിയിപ്പോ എല്ലാരും അറിയും. അയാൾ എല്ലാരോടും പറയും. എല്ലാം ഒന്ന് നേരെ വരുമായിരുന്നു. ഉറങ്ങണില്ലേ? ഉറക്കം വരില്ലേ? വെറുതെ ഓരോന്നാലോചിച്ച് കിടന്നിട്ടാ ഒന്നും ഉണ്ടാവില്ല വിഷ്ണുട്ടാ.
ഇതിലും വലിയ പേടിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അയാൾ എന്നെ ജയിലിൽ വെച്ച് കണ്ടു. ഇനി അതെല്ലാവരോടും പറയും. അത്രയല്ലുള്ളൂ. അറിഞ്ഞോട്ടെ, എല്ലാവരും അറിഞ്ഞോട്ടെ. അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഇല്ലാണ്ടിരിക്കോ? നീ ഉറങ്ങിക്കോ. ഞാൻ മാത്രല്ല, വിഷ്ണുവേട്ടനും ഉറങ്ങണം. സന്തോഷമായിട്ട് ഉറങ്ങാൻ ഞാനൊരു രഹസ്യം പറയട്ടെ. വന്നപ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും അല്ലേ? എന്താ? ഒരാള് വരാൻ പോണ്ട്. ആര്? പേടിച്ചോ വിഷ്ണുവേട്ടൻ? ഇത് പേടിക്കേണ്ട ആളല്ല. നമ്മുടെ സങ്കടമൊക്കെ മാറ്റാൻ വരിക. ഉണ്ണി, നമ്മുടെ ഉണ്ണി. അവൻ തിരിച്ചു വരിക നമ്മുടെ അടുത്തേക്ക്. ഉണ്ണി തന്നെയാവും. അവന് ദൈവം നമുക്ക് തിരിച്ചു തരാം. അറിയുമ്പോ മായമോൾക്കും സന്തോഷാവും. ഇല്ലേ വിഷ്ണുട്ടാ? ശരീരം മുഴുവൻ പണ്ടത്തെ ആ മഴ നനയണ പോലെ, പണ്ടത്തെ നമ്മുടെ ആ നാളുകളൊക്കെ തിരിച്ചു കിട്ടണ പോലെ. എന്താ ഹെഡ്മാഷേ? അത് അവനാ. ഇവറ്റങ്ങൾക്കൊന്നും ഉറക്കല്ലേ? ഹെഡ്മാഷേ, പകല് പണിയെടുക്കുകയും രാത്രി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന ആൾക്കാരെ സാധാരണഗതിയിൽ മനുഷ്യനെന്ന് വിളിക്കും. പകൽ ഉറങ്ങുകയും രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുകയും ചെയ്യുന്ന ആൾക്കാരെ പിശാചെന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ഉറങ്ങാം. അല്ല മാഷേ, ഇവിടെ ഇങ്ങനെ പറഞ്ഞു കേൾക്കണ്ടല്ല. മാഷിന്റെ ഭാര്യ ആശുപത്രിയിലായിരുന്നില്ല, ഏതോ കൊലക്കേസിൽപ്പെട്ട് സെൻട്രൽ ജയിലിലായിരുന്നു. ആ കാട്ടുമാക്കാൻ അവിടെ വെച്ച് അവരെ കണ്ടിട്ടുണ്ടത്രേ. ആ മാക്കാന്റെ ശിങ്കടി ചേക്കുണ്ണി പറഞ്ഞതാ. ഞങ്ങളാരും വിശ്വസിക്കണില്ല. അവന്റെ ഒക്കെ വർത്താനല്ലേ. പ്രിയേ, 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 പ്രിയ, ഞാനാ. കഥ തുറക്ക്. പ്രിയേ, അച്ഛൻ വന്നു. കഥ തുറക്ക് പ്രിയേ. പ്രിയേ, എന്താ അവിടെ ഉണ്ടായത്? ആരോടെ വന്ന? ഞാൻ കണ്ടില്ല. ഞാൻ കുളിക്കുമ്പോഴാ. മോള് മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്ന് നോക്കുമ്പോ അവള് പേടിച്ചാണ്ട് ഒരു മൂലക്കിൽ നിൽക്കുക. കുറെ നേരത്തേക്ക് അവൾക്ക് മിണ്ടാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. വന്നതാരാ? എനിക്ക് അറിഞ്ഞൂടാ വിഷ്ണുട്ടാ. മോളാ പറഞ്ഞത്. അവള് നോക്കുമ്പോ ഒരാൾ അവിടെ ബീഡിയും വലിച്ചോണ്ടിരിക്കുന്നു. കുറെ നേരം ഇരുന്നു അത്ര. മോള് പേടിച്ച് നിൽക്കുമ്പോ അടുത്തേക്ക് ചെന്ന് എന്തൊക്കെയോ ചോദിച്ചോന്ന്. പിന്നെ മോളുടെ വള ഊരിയെടുക്കാൻ നോക്കി. കിട്ടാണ്ടായപ്പോ ആരെന്ന് കത്തിയെടുത്ത് അറുത്തെടുത്തു. ഞാൻ കാണുമ്പോ മോള് കൈ എങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുക. കുറെ ചോര. കാട്ടുമാക്കാൻ കോഴീനെ മാത്രല്ല കുട്ടികളുടെ കൈയും കാലും ഒക്കെ അറുത്ത് കറി വെച്ച് തിന്നുന്ന ഹിലാലൊക്കെ പറഞ്ഞല്ലോ. അറക്കാനും കൊല്ലാനൊന്നും ഇനി കാട്ടുമാക്കാൻ പറ്റില്ല. അപ്പൊ വന്നതോ? എന്താ വിഷ്ണുട്ട ഇതൊക്കെ? എനിക്ക് പേടിയായിട്ട് വയ്യ. ഒന്നും അവസാനിക്കണ മട്ട് കാണണില്ലേ? ഓരോന്നോരോന്നായിട്ട്. ചേച്ചി, പ്രിയ ചേച്ചി. എന്താ സുനേന? ബാപ്പ ഇതുവരെ പുരയിലെത്തിയിട്ടില്ല. അങ്ങാടിയില് കാട്ടുമാക്കന്റെ ആൾക്കാരായിട്ട് അടിപിടി ഉണ്ടാക്കിന്ന് കേക്കുന്നുണ്ട്. ഉമ്മ പേടിച്ചിരിക്കുക. ഇത് കാണാൻ പറ്റണില്ലല്ലോ.
മൂത്തുനിന്നൊക്കെ ചോര വരണണ്ടല്ലോ റബ്ബേ. എന്താ ഉണ്ടായി ദാസപ്പ? ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റണ്ട. ദാസപ്പ എന്റെ കൂടെ വന്നതാണ്. എനിക്ക് നടക്കുകയൊക്കെ ചെയ്യാം. മാറ്. നിങ്ങൾ എന്തിനാ കാലമാടന്റെ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുത്തത്? ഓൻ എന്റെ മുമ്പിൽ വന്ന് ചാടിയതല്ലേ. അല്ലാ, ചോര നിക്കണില്ലല്ല. നീ ഇച്ചിരി കാപ്പിപ്പൊടി എടുത്തേ. മോൻ പേടിച്ച ബാപ്പാക്കൊന്നുമില്ല കൂട്ടാ. ദാസം വിട്ടോ. ദാസം വേണേ പൊക്കോട്ടാ. മോൻ ഇച്ചിരി വെള്ളം എടുത്തേ. അല്ല നീ അയ്യം തുടങ്ങിക്ക ഉമ്മാന്റെ ചേരിക്ക് തൊള്ളയിടാൻ. കുത്തിരിക്കും മാഷേ. കാട്ടുമാക്കാനും ഓന്റെ ആൾക്കാരും കൂടി ദേഹം മുയി വന്ന് പെരുമാറി. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് തല്ലിനും ബൈക്കിനും ഒന്നും പോവാത്ത മനുഷ്യനാ. എന്താ എനിക്ക് പറ്റിയത്? പോട്ടെ പോട്ടേന്ന് കരുതി ഇമ്മണി നേരം മിണ്ടാണ്ട് കുത്തിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കേട്ടപ്പോ എന്റെ കാലിന്റെ പരിവല്യമെന്ന് പെരുത്തു വന്നു. ഓൻ കാട്ടുമാക്കാനാണ് കാലനാണെന്നോ അപ്പൊ നമ്മളെ ഓർത്തില്ല. ചെള്ളക്കിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്ത് അതിന്റെ വീതം ഓൻ കാട്ടുമാക്കാനാണെങ്കിൽ തരാണ്ടിരിക്കുക. തന്ന് ദേഹം മുയിക്ക തന്ന്. ചന്തമുക്കിന്ന് ചരക്കും കൊണ്ടുവരുമ്പോ നിന്റെ വണ്ടി കയറിയതാണ് ഓനും ചാക്കുണ്ണിയും. വെള്ളം വെള്ളം വെള്ളം. പടച്ചോന് നിരക്കാത്ത പറഞ്ഞ തല്ലിപ്പോവും മാഷേ. അത് മാഷെ പറ്റി കൂടിയല്ല, മാഷന്റെ ഭാര്യനെ പറ്റി, ഈ തങ്കപ്പെട്ട കുട്ടിനെ പറ്റി. ഇത്രയും കാലം മാഷ നുണ പറഞ്ഞ് നമ്മളെ പറ്റിക്കായിരുന്നെന്ന്. ഈ കൊച്ചൊരാളെ കൊന്നിട്ടുണ്ടെന്ന്, കൊന്നിട്ട് ജയിലിലായിരുന്നെന്ന്. അതുകൊണ്ട് നിർത്തിയിരുന്നേ ഞമ്മ തല്ലൂലായിരുന്നു. ജയിലില് പോലീസ് ഏമാമാര് വേണ്ട, ബാക്കി പറയാൻ കൊള്ളൂല. അപ്പൊ ഞമ്മള് കൊടുത്ത് ഞമ്മള് വിശ്വസിച്ചല്ല മാഷേ. ഇവരും വിശ്വസിക്കൂല. മാഷെന്നുണ പറയുമെന്ന് ഈ നാട്ടിൽ ആരും വിശ്വസിക്കൂല. നുണയായിരുന്നു തുള്ളക്ക. നുണ പറഞ്ഞ ഞാൻ എന്തിനായിരുന്നു എനിക്കറിഞ്ഞൂടാ. പറഞ്ഞു. എനിക്ക് വേണ്ടി ശേഖരൻ മാഷും പറഞ്ഞു. നുണ പറഞ്ഞ് നിങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നു ഞാൻ. മാപ്പ് തരണം. സ്നേഹം മാത്രം തന്നിട്ടില്ല നിങ്ങളൊക്കെ. എനിക്ക് മാപ്പ് തരണം. എല്ലാ ദുരന്തങ്ങളും അനുഭവിച്ചു തീരുന്നൊരു ദിവസം എന്നെങ്കിലും ജീവിതത്തിലുണ്ടാകുന്ന കരുതി ആ ദിവസത്തിന് വേണ്ടി ഇത്രയും കാലം പ്രാർത്ഥിക്കുകയായിരുന്നു ഞാനും ഇവളും. പക്ഷെ ദുരന്തങ്ങൾ പിന്നെയും പിന്നാലെ കൂടിയപ്പോ ഇവളോടും പറഞ്ഞു തന്ന ഒരു ജന്മം മുഴുവൻ കരയാനുള്ളത് ആ ഇരുമ്പഴിക്കുള്ളിരുന്ന് കരഞ്ഞു തീർത്തിട്ടുണ്ട് ഇവള്. ഇവൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി, എന്റെ ശ്രീകുട്ടിക്ക് വേണ്ടി. ഇനി ഇവള് കരയാനാണ് എനിക്ക് വയ്യ. ഒരു കരിയില വീഴുമ്പോ പോലും പേടിയാവാതുണ്ടിപ്പോ. കഴിഞ്ഞതൊന്നും ഓർമ്മയിൽ പോലും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ ഇത്രയും ദൂരം ട്രാൻസ്ഫർ വാങ്ങി വന്ന്. ശിക്ഷ കഴിയുമ്പോ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ അവൾക്കുണ്ടായിരുന്നില്ല താല്പര്യം. പക്ഷെ ഇവിടെ രക്ഷയില്ലാതാവാ പക്ഷേ എല്ലാത്തിനൊടുവിൽ ഇപ്പൊ ഒരു കാട്ടുമാക്കാൻ ഞാൻ എന്താ ചെയ്യാ? സഹികെട്ട ചിലപ്പോ ഞാൻ അവനെ കൊന്നുവെന്ന് വരും. അതുകൊണ്ട് എന്തെങ്കിലും പരിഹാരമാവും വിഷ്ണു. ഇത്രയും കാലം മക്കളെയും കൊണ്ട് താൻ തനിച്ചായ പോലെ പ്രിയമതിയും തനിച്ചാക്കാന്നല്ലാണ്ട്. ഒക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് മനസ്സമാനം വേണം. ഇനിയെങ്കിലും മനസ്സമാനത്തോടെ ജീവിക്കണം. ഞാൻ പോവാ മാഷെ. എന്റെ മോളെയും പ്രിയമതയും കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. അത് ഇനിയൊരു വഴിയുള്ളൂ. വിഷ്ണു, ഈ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട് കാട്ടുമാക്കാമാര്. അല്ലെങ്കിൽ തന്നെ എല്ലാത്തിനും ഒളിച്ചോടിയിട്ട് എവിടെയെങ്കിലും ചെന്നെത്തുമോ നമ്മള്? പിന്നെ ഞാൻ എന്ത് വേണം അത് പറ. ഒറ്റ വാക്കിലൊരു ഉത്തരം പറയാൻ എനിക്കറിയില്ല. പക്ഷേ തന്നെ ഞങ്ങൾ തനിച്ചാക്കില്ലടോ. നാളെ MLA കൂടി ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ കൊല്ലാനാണെങ്കിൽ പോലും തന്റെ കൂടെ ഞങ്ങളുണ്ടാവും. ഞാൻ ഇവിടുത്തെ MLA ആണ്, സമ്മതിച്ചു. കാര്യങ്ങളുടെ പോക്കൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അസംബ്ലിയിലേക്ക് പോകുന്നില്ല. ഈ നാട്ടിലെ ഗുണ്ടകളെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് ഇവിടെ തന്നെ കൂടാം. എന്താ? പോലീസ് ഒന്നും ചെയ്യുന്നില്ല. പഞ്ചായത്ത് കൈവലത്തി. സാറും കൂടെ കൈയൊഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് ഒരു വഴിയില്ല. നിങ്ങളുടെ പ്രദേശത്ത് കൈക്കരുത്തുള്ള ആണുങ്ങളാരുമില്ലേ? ഉണ്ട്. കൈക്കരുത്തുള്ളവരാണ് ഈ കാട്ടുമാക്കാൻ. വേറെ ആണുങ്ങളില്ലേന്നാ ചോദിച്ചത്. ഉണ്ടെങ്കിൽ അവനെ ഇടിച്ച് പദം വരുത്തി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. ഇടിക്കുമ്പോ അവൻ ചത്തുപോയാലോ? കുഴിച്ചിടണം. എന്നിട്ട് ഞങ്ങൾ ജയിലിൽ പോകണം.
വേണ്ടി വന്നാ പോണം. 48-ലും 59-ലും എത്രയോ മാസം ജയിലിൽ കിടന്നതിനാ മാഷേ പാർട്ടി എനിക്ക് സീറ്റ് തന്നത്. നാഴേക്ക് 40 വട്ടം നിയമം കയ്യിലെടുക്കരുത് എന്ന് പറയുന്നവർ തന്നെയാണ് ഒരുത്തനെ കൊല്ലാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ജനകീയ ആസൂത്രണം, പാലം പണി, മണ്ണാങ്കട്ട, ഇതിന്റെ ഇടയിൽ ഗുണ്ടകളെ പിടിക്കാനും ഞാൻ തന്നെ പോണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ആരും മനസ്സിലാക്കണില്ലേ സാർ? സ്കൂളിന് മാത്രമല്ല, വ്യക്തിപരമായിട്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും, അങ്ങനെ ആ നാട്ടിലുള്ള എല്ലാവർക്കും നിരന്തരമായിട്ടൊരു ഭീഷണിയാണ് അയാൾ. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. എനിക്ക് 12:30 മൈലാപ്പാട്ടിലൊരു മീറ്റിംഗ് ഉണ്ട്. ഒന്ന് ചെയ്യാം. പക്ഷെ CM ഇപ്പോൾ ഡയബറ്റിസ് കൂടുതലായിട്ട് ആശുപത്രിയില്ല. അദ്ദേഹം ആശുപത്രിയിൽ ഇറങ്ങിയാൽ ഉടൻ നിങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കാം. എന്താ പോരെ? പിന്നെ കാണാം. ഇതിനൊന്നും പരാതിയല്ല കൊടുക്കേണ്ടത്, നല്ല ചുട്ടതല്ല, മർമ്മം നോക്കി അടിക്കണം, പിന്നെ തല പൊന്തരുത്. മാമ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ടൗണിൽ നാളെ ഇറക്കാം. ഏത് സൈസ് വേണമെങ്കിൽ കിട്ടും. അവനെയൊക്കെ നിർത്തി പൊരിച്ച് ഈ മുറ്റത്ത് കൊണ്ട് നിട്ട് തരാം. ഈ ചെരുപ്പ് കച്ചവടം നിർത്തി റൗഡി കച്ചവടം തുടങ്ങിയ അതല്ല മാമ, ഇക്കാലത്ത് തല്ലിയാ തിരിച്ച് തല്ലണം. അത് ഏത് കാട്ടുമാക്കാനായാലും ശരി. നിർത്ത് ഈ കണ്ടണ്ടാ കാട്ടുമാക്കാനെ? ഇല്ല. ഇല്ലല്ല. എന്നാ ഈ ആരും പൊരിക്കാനും പറക്കാനും നിക്കണ്ട. തൽക്കാലം നന്നായി കച്ചവടം ചെയ്ത് നല്ല നിലയിലെത്തിയിട്ട് എന്റെ മോളെ നേരെ ചൊവ്വേ നോക്കിയാൽ മാത്രം മതി. കൊറേ കാലായില്ലേ എന്റെ മോളെ കെട്ടണമെങ്കിൽ കുതിരവണ്ടി വേണമെന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്. അതോ, അത് ഞാൻ ഇവളോടൊരു തമാശക്ക് വെറുതെ പിണങ്ങുന്ന കാണാൻ വേണ്ടിട്ട്. മാമാടെ കുതിരവണ്ടി എനിക്കെന്തിനാ? ഈ വണ്ടി ഒന്ന് ഓടിച്ചേ, നമ്മളൊന്ന് കാണട്ടെ. മുമ്പ് ഈ കുതിരനെ ഒന്ന് തൊട്ട് തടവ്. ഇന്ന് ഓലെങ്കിൽ ഈ ഓടിക്കാൻ പോണെന്ന് അതും കൂടി അറിഞ്ഞോട്ടെ. എന്തേ? അവിടെ നിക്കി. മയമോളെ വാ, നമുക്കൊന്ന് കറങ്ങാൻ പോവാ. ഇക്ബാലിക്കാ വണ്ടി ഓടിക്കണേ. ഹായ്, ഞാനും ഉണ്ട്. ഞാനും കൂടെ പോക്കട്ടെ അമ്മേ? ഇപ്പൊ വരാ ചേച്ചി. എങ്ങടാ പോണേ? ഇങ്ങടില്ല, ഒന്ന് സ്കൂളിന്റെ അപ്പുറം വരെ പോയിട്ട് ഇപ്പൊ വരാം. സൂക്ഷിച്ചു പോണേ. എത്തിയിട്ട് അത്യാവശ്യമുണ്ട്. കൂടുതൽ ആൾക്കാരെ കുത്തിക്കയറാൻ നിൽക്കാതെ പെട്ടെന്ന് വിട്ടെ. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷേ, അവിടെ ഭയങ്കര കാറ്റാ. അത് പുതിയ കാര്യമൊന്നുമല്ലോ, കാറ്റ് വരും. ഇപ്പൊ അവിടെ നിന്ന് ഗംഗാരട്ടന്റെ ജീപ്പ് വന്നിരുന്നു. 2-3 കൊല്ലത്തിനിടയ്ക്ക് ഇത്രയും വലിയ കാറ്റടിച്ചില്ലെന്നാ പറയാം. എന്തായാലും പോയേ പറ്റൂ. താൻ ജീപ്പ് എടുക്ക്.
എന്നെ അറിയോ? ഇവിടെ എല്ലാരും എന്നെ കാട്ടുമാക്കാൻ എന്നാ വിളിക്കുക. കാട്ടുമാക്കാൻ. മാഷിക്ക് എന്നെ നന്നായിട്ട് അറിയാം. നമ്മളൊന്ന് പരിചയപ്പെടാൻ കുറച്ച് വൈകിപ്പോയി. ജയിലിലെ ഏമാന്മാരെല്ലാരും പറഞ്ഞ് വല്ലാണ്ട് കുരിയായിപ്പോയി. ഒരു ദിവസം ദൂരത്തുനിന്നൊരു നോട്ടം കണ്ടു. അതോടെ കൊതിയും കൂടി. ഇവിടുന്ന് ചെല്ലുമ്പോ ഏമാന്മാർ ചോദിക്കും, നിനക്ക് പരോള് തന്നിട്ട് വെറുതെ ആയല്ലോടാന്ന്. അതുകൊണ്ട് ഈ ഏമാന്മാര് ഈ കാറ്റിന് ഇവിടെ എല്ലാവർക്കും പേടിയാ. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടം. കേട്ടാ, ഇപ്പൊ ഈ കാറ്റല്ലേ എന്നെ എന്റെ മുമ്പ് കൊണ്ടു തന്നത്. കൊല്ലോ കൊല്ലി കൊല്ലി കുത്ത് കുത്ത് നെഞ്ഞത്ത് കുത്ത് കൊല്ലി ഒന്നിലൊന്ന് അറപ്പ് മാറട്ടെ. ഇത് നീ ജയിലിപ്പോ കൊല്ലി കൊല്ലി.
കാട്ടുമാക്കാൻ ചത്തേ കാട്ടുമാക്കാൻ ചത്തേ നോക്ക് മാഷേ. ഇത് സത്യമുള്ള കാറ്റാ മാഷേ. എത്ര കാലായി കാറ്റ് വീശണു, എന്നിട്ടൊന്നും ഈ സ്കൂള് വീണില്ലല്ലോ. ഇപ്പൊ കാറ്റ് വീശിയത് സ്കൂള് വീണു ഇതിനു വേണ്ടിയാ, ഇവനെ കൊല്ലാൻ വേണ്ടിയാ. ചിരിക്കും മാഷേ, ഉറക്കെ ചിരിക്കും മാഷേ. എല്ലാവരും ഓടിവായോ, നാട്ടുകാരെല്ലാവരും ഓടിവായോ. സ്കൂള് വീണാലെന്താ, കാട്ടുമാക്കാൻ ചത്തില്ലേ? അമ്മേ